ഞാനെന്ന്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധനാമം മഹത്വമെടുക്കട്ടെ. ഏവർക്കും ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ നാളുകളിൽ ലഹരി ചെയ്യുന്ന ദുരന്തത്തെക്കുറിച്ച് ഓർത്ത് വളരെ ദുഃഖിക്കുകയും അതിൽ നിന്നൊരു വിമോചനത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകർ ഉണ്ട് എന്നുള്ളത് സത്യമാണല്ലോ. നമ്മുടെ രാജ്യത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പൈശാചിക അവസ്ഥ എത്രയും വേഗം നമ്മുടെ തലമുറകൾക്ക് അതിൽ നിന്ന് ഒരു മോചനമുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ രാജ്യം വിടുവിക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണല്ലോ. കഴിഞ്ഞ ദിവസവും രാജ്യാന്തര ലഹരി റാക്കറ്റ് ഇന്ത്യൻ സമുദ്രം വഴി കടത്താൻ ശ്രമിച്ച 2507 കിലോഗ്രാം ലഹരി മരുന്ന് നാവികസേന പിടികൂടുവാനായിട്ട് ഇടയായി. ഓർക്കണം, സമുദ്രത്തിലൂടെ ആ ബോട്ടിലൂടെ ഒക്കെ നടത്തിയ ആ വലിയ അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ലഹരി മരുന്ന് അപ്രകാരം വ്യോമമാർഗം ഉപയോഗിച്ചും കരമാർഗമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ വലിയ വേട്ട നടത്തുവാനായിട്ട് ഇടയായി തീർന്നത്, അല്ലെങ്കിൽ അവരെ പിടികൂടുവാനായിട്ട് ഇടയായത്. 2386 കിലോഗ്രാം ഹാഷിഷും അതേപോലെ 121 കിലോ ഹെറോയിനുമാണ് പിടികൂടിയത്. ഹെറോയിൻ കിലോഗ്രാമിന് 5 കോടിയും അതേപോലെ ഹാഷിഷിന് 10 മുതൽ 15 ലക്ഷവുമാണ് ലഹരി റാക്കറ്റ് വില ഇടാറുള്ളത് എന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്നത്. തിരുവനന്തപുരത്ത് വീണ്ടും MDMAയും എയർഗണ്ണുമായിട്ട് 4 അംഗ സംഘം പിടിയിലാകുവാനിടയാണ്. ഇത്രയും കൊടിയ വിപത്ത് അത് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഒരു വലിയ ചങ്ങലയുടെ ഏറ്റവും ചെറിയ ചില കണ്ണികൾ മാത്രമാണ് ഈ പിടിക്കപ്പെടുന്നത് എന്ന് നാം ഓർക്കേണ്ടതും ആവശ്യമാണ്. വലിയ ലോബികൾ ഇതിൻ്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ രാജ്യാന്തര വിഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗം കേട്ടവർ അവർ പറഞ്ഞത് ഇവര് പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു, ഇവര് ലഹരിയിലാണ് എന്നൊക്കെ ആക്ഷേപിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അതെ, ഇത് ഒരു ലഹരി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ, അഥവാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരാത്മീക ലഹരി, ഒരു വിശുദ്ധ ലഹരി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ ലോകപ്രകാരമുള്ള ലഹരി മനുഷ്യനെ കൊല്ലുമ്പോൾ, നശിപ്പിക്കുമ്പോൾ, പൈശാചിക അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ, എന്നാൽ ഈ ആത്മീക ലഹരിയിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ അന്ന് 3000 പേരാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായിത്തീർന്നു. അഥവാ യേശുവിനെ ക്രൂശിച്ചവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണല്ലോ പത്രോസ് അവിടെ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ ആ ദൈവശക്തിയിൽ 3000 പേര് രക്ഷപ്രാപിപ്പാനായിട്ടാണ് ഇടയായിത്തീർന്നത് എന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പെന്തക്കോസ്ത് നാളിലെ പത്രോസിന്റെ പ്രഭാഷണത്തിലെ കേന്ദ്ര വിഷയം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചായിരുന്നു എന്നതും വ്യക്തമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവനും നാം പഠിക്കുമ്പോൾ അവിടെ എല്ലാം പത്രോസ് പല അധ്യായങ്ങളിലായി മാറി യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നു. അതേപോലെ പൗലോസ് പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് മുഴു ലോകത്തിനും ഉദ്ധാരണം, വീണ്ടെടുപ്പ്, രക്ഷ
അല്ലെങ്കിൽ ഈ പാപസാഗരത്തിൽ നിന്ന് കരകയറുവാനായിട്ട് കഴിയുകയുള്ളെന്ന് വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനായിട്ട് നമുക്ക് ഈ നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതെ, അനേകരെ ദൈവം രക്ഷയിലേക്ക് നടത്തുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. എൻ പാപവഴിയോർത്തു ഞാനെന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞുപോയി. കർത്താവേ, ഞാൻ അശുദ്ധനാണേ, അശുദ്ധരാം മാനുഷർക്കിടയിലാണേ വിറയാർന്നു നിൽക്കുന്നു ഞാൻ. എന്റെ പിഴയേറ്റു ചൊല്ലിയിടുവാൻ നുറുങ്ങിയ മനസ്സിന്റെ നൊമ്പരങ്ങൾ നീ കേൾക്കാതെ പോകരുതേ, ഒന്നു നോക്കാതെ പോകരുതേ. എൻ പാപവഴിയോർത്തു ഞാനെന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞുപോയി. എന്നിൽ നന്മ വസിക്കുന്നില്ല നാഥ, ഒരു നന്മയും ചെയ്യാനാവുന്നില്ല. എന്നിൽ നന്മ വസിക്കുന്നില്ല നാഥ, ഒരു നന്മ